വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഹനാസ് കുക്കിംഗ് വേൾഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 1/2 കിലോ ബീഫ് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനിഗർ, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചതച്ചെടുത്തതാണ്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി വെച്ച് ഒരു 6 വിസിൽ വരുന്നവരെന്ന് അടിച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കിയിട്ട് ഒന്ന് എടുക്കുക. അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളത്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് ചേർത്ത് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും ആ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, അതും കൂടി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് നല്ല മിക്സ് ആക്കി എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടിയും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മിക്സിയുടെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ലേശം കുറവായിരുന്നു, ഞാൻ കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ബീഫിലേക്ക് മസാലയൊക്കെ നല്ല പിടിക്കുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.